ഈ പ്രോട്ടീൻ പൗഡർ ചുമ്മാ വാരി കഴിക്കുന്ന സാധനമേ അല്ല. നമ്മൾ ആദ്യം മനസ്സിലാകേണ്ടത് കഴിക്കാൻ പാടില്ല, എല്ലാവരും അങ്ങനെയുമല്ല, ആവശ്യത്തിന് കഴിക്കില്ല, അങ്ങനെയുമല്ല. നമ്മൾ ചാറ്റ് ജിപിയോട് ചോദിക്കുമ്പോൾ എനിക്ക് തലവേദന വന്നിരിക്കുന്നു, സിംറ്റംസ് എല്ലാം കൊടുക്കും. അപ്പൊ ചാറ്റ് ജിപിയുടെ ആദ്യം മറുപടി, നീ ഇതുവരെ മരിച്ചില്ലേ? ഓഫീസിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം പറയാം, അജിംസിന്റെ ഡയറ്റ്. ആരെങ്കിലും അജിംസിനോട് തടി അല്പം കൂടിയിട്ടുണ്ടല്ലോ, വേസ്റ്റ് അല്പം കാണുമല്ലോ, വൻ അസ്വസ്ഥനാവുകയും അപ്പൊ തന്നെ ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും പുള്ളി. ജിൽജിയുടെ പ്രശ്നം അതാണ്. ഈ മിച്ചം വെക്കുന്ന മഞ്ഞക്കരു ഹോട്ടൽ ഉടമ എടുത്ത് മറ്റൊരു പപ്സാക്കി മാറ്റുമോ? ഇവന്മാരൊക്കെ നിരോധിക്കണം. ഈ മഞ്ഞ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു പഠനം നടത്തേണ്ടതാണ് കേട്ടോ. തൊണ്ടയുടെ ഇവിടെ ഒരു ബ്ലോക്ക് ഉള്ള ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു സാധനം തട്ടുന്നു. ഡോക്ടർ ഈ പ്രശ്നം തട്ടുന്നുണ്ട് ഇപ്പോഴും, എന്തോ ഒരു സാധനം തോന്നുകയാണെന്നോ. ക്യാമറ കയറിയിട്ട് പുള്ളി എവിടെ ഇതല്ലേ തട്ടുന്നു ചോദിച്ചു. ഇവിടെ പുള്ളി അവിടെ ക്യാമറ വെച്ചു, അവിടെ ഒന്നുമില്ല. എനിക്ക് ഉള്ളടക്കത്തിൽ ജഗദീനെ ഓർമ്മ വരുന്നു. വെയിൽ കൊള്ളുന്നില്ലെന്ന് പറയും, എന്നാ എങ്ങാനും ഒന്ന് വെയിലത്തേക്ക് ഇറങ്ങുമ്പോ കുറേ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫ്രഷ് തമാശയായിരുന്നു. ഒരു ദിവസം കഴിച്ചു നേറിയിട്ട് ഒന്നും വരില്ല, കഴിക്കുമ്പോ ഞാൻ വയ്ക്കാം ഒരു മനുഷ്യൻ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ആ തീരുമാനം എടുക്കണേ. ഒരു ദിവസം കഴിച്ചിട്ട് കുഴപ്പമില്ലാന്ന് കുറച്ച് ആട്ടിൻ കട്ട കഴിക്കുന്നു. ആരോഗ്യത്തിന് 3 രീതിയുണ്ട്. ഒന്ന് ഹെൽത്തി ആയിരിക്കുക, ഒന്ന് ഫിറ്റ് ആയിരിക്കുക, 3 അത്ലറ്റിക് ആയിരിക്കുക, 4ാമത്തെ നമ്മളത് ഫാമിലി പാക്ക് ആയിരിക്കും. ചാറ്റ് ജിപിടി പറയും നമ്മൾ ഇത് ഞാൻ കഴിച്ചോട്ടെ, അറിയൂ സീരിയസ് ലോക്കെന്നാ കഴിക്കളിയാന്ന്. ലോക്ക് നമ്മളൊരു മൂഡ് മനസ്സിലാക്കിയിട്ട് താങ്ങിത്തരും.